തൊട്ടോ തൊട്ടോ എവിടാ? ആ അത് തന്നെ അതിനകത്ത്. എന്താ അണ്ടർവെയറിലാണോ? ആ പാമ്പ്. ഒന്ന് കണ്ണു തുറന്നു നോക്കിയേ. പാമ്പല്ലയോ? ആ ഇതായിരുന്നു. പേരെന്താ ചേട്ടാ? അർജന്റീന ടെഗോ. നമുക്ക് എങ്ങനെ കണ്ണ് തുറന്നാലും എനിക്കൊന്നും പറയാൻ അറിയില്ല. ഒന്ന് കൈ പിടിച്ചു ഒന്ന് എടുത്തോ വേണമെങ്കിൽ. മോനെ വിശേഷം. എനിക്ക് പേടി. ചേട്ടൻ ചേട്ടൻ ബീഡി വല്ല പിടിച്ചോ? കൊള്ളാം. ടെഗുവിനോട് പറഞ്ഞേക്ക് മോനെ അറിഞ്ഞോ ചേട്ടൻ കപ്പടിച്ചെന്നൊക്കെ പറഞ്ഞേക്ക്. ആ മോനേടാ അറിഞ്ഞോ മാമൻ കപ്പടിച്ചടാ. ഓക്കെ. ആ അത് ജുനൈസ് പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്യുന്ന മൊത്തം കാട്ടിലുള്ളവരാണ് മനസ്സിലായി. ആ ജുനൈസ് ആണ്ട്രായിരിക്കും വോട്ട് ചെയ്ത ഒരാള്. ആ അറിയാ ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ എത്ര രൂപ കൊടുത്തത്? ഈ ടെഗുവിനോട് സാമ്യമുള്ള ഏതെങ്കിലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നോ? നീ ബെന ഉണ്ടാക്കാതെ അത് കരടിയെ വല്ലതും കൊണ്ടുവരാന്നെങ്കിൽ പറയണേ. ഇല്ല കരടി ഇങ്ങോട്ട് വരത്തില്ല. കരടിക്ക് കടന്നല് പേടിയാ. നിന്നെ പേടിയാ. ഇതുപോലെ ഒരാൾക്ക് ബിഗ് ബോസ് കണ്ണുകെട്ടി ഇങ്ങനെ ഗെയിം കളിക്കുന്നത്. ഓക്കേ വെച്ചോ വെച്ചോ ഇതിനകത്ത് വെച്ചോ. ചേട്ടനോട് ഇവിടെ നിന്നോട്ടോ. ആ ബാ അടുത്ത ആള് വന്നിട്ടുണ്ട്. മുള്ളംപന്നി. കറക്റ്റാ. ആണോ? ആ പറഞ്ഞ സ്ഥിതിക്ക് കണ്ണു തുറന്നോ. കണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഒരു പേടിയില്ല. ഇത് മുള്ളമന്തിയാ. പക്ഷെ മുള്ളമന്തിയെ കണ്ടുകഴിഞ്ഞാൽ കുഞ്ഞായതുകൊണ്ട് എലിയെ പോലെ ഇരിക്കണം അല്ലേ? പക്ഷെ ഇങ്ങനെ തൊടുന്നില്ല. ഏട്ടാ കൊണ്ടുപോക്കോ പെട്ടെന്ന് കണ്ടുപിടിച്ച്. നമുക്കങ്ങനെ മുള്ളമന്തിയെ പോലെ നിറച്ച മുള്ളുകളുള്ള ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു? ഞാനായിരുന്നു. ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ ആരും ഒന്നും പ്രതികരിക്കരുത് കേട്ടോ. ആ കണ്ടോ ഞാൻ പ്രതികരിക്കരുതെന്ന് പറഞ്ഞല്ലേ. ഓക്കെ ബാ നമുക്ക് തൊടാം. ആ എന്തായിരിക്കും അത്? കാക്ക. അയ്യോ അത് പൂച്ചയാൻ. ആ യവനോ? നമ്മളെ പൈത്തണോ? ആ കറക്റ്റ്. ഇതിനൊന്ന് കഴുത്തിലിരുന്ന് ഇട്ടൊക്കെ നിന്ന് നിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചേട്ടൻ തന്നെ കഴുത്തിലിട്ട് തരും. ഒരു പേടിയോ ഇല്ലേ? ആണോ? ഇതിന് നേരത്തെ ഒന്ന് എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ബന്ധുക്കളാണോ? ഞങ്ങൾ പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ. നീ ഒന്ന് കഴുത്തിലിട്ട് കൊടുക്കേട്ടാ.